തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ നല്ല മഴയുണ്ട്. നഗരമേഖലകളിലും മറ്റിടങ്ങളിലുമൊക്കെ തന്നെയും ഇപ്പോഴും മഴ തുടരുകയാണ്. ജിബിൻ ജെബിയാണ് തലസ്ഥാനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ജിബിനെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറയുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ അലേർട്ട് മാറി വരുമ്പോൾ ഇവിടെ യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും മഴ തുടരുകയാണോ? എല്ലാ മേഖലകളിലും എന്തെല്ലാം നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലും ഈ തീരപ്രദേശത്തും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്? പൂജ, തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ടാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി വന്നതിലാണ് നമുക്ക് മഴ മുന്നറിയിപ്പില്ലായിരുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലും ചാറ്റൽ മഴയാണെങ്കിലും രാത്രി കനത്ത മഴയായിരുന്നു. പ്രത്യേകിച്ച് കഴക്കൂട്ടം, കാര്യവട്ടം, കാട്ടായിക്കോണം മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം പ്രദേശത്ത് മണിക്കൂർ 135 മില്ലിമീറ്റർ മഴയാണ് കഴക്കൂട്ടം ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. കാര്യവട്ടം, കാട്ടായിക്കോണം മേഖലകളിൽ 95 മില്ലിമീറ്റർ മഴയും ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഇന്നലെ അർദ്ധരാത്രിയൊക്കെ നല്ല മഴയാണെങ്കിലും രാത്രി ഈ പുലർച്ചെ ആയപ്പോഴത്തേക്ക് അതൊന്ന് മാറി ചാറ്റൽ മഴയിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ ഒരിടത്ത് രൂപപ്പെടാത്തത്. മലയോര മേഖലയിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം നല്ല ഇടിമിന്നൽ അനുഭവപ്പെടുന്നുണ്ട്. കാട്ടാക്കട, വിതുര, പാലോട്, നെടുമങ്ങാട് മേഖലയിലും കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയിലും ചെറിയ രീതിയിലുള്ള കടൽക്ഷോഭമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തീരദേശ മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് വലിയതുറ ഭാഗത്തൊക്കെ ഈ കടൽ കയറിയ ഭാഗങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നവരെ കഴിഞ്ഞ മാസം തന്നെ പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഈ മലയോര മേഖലയിൽ കാട്ടാക്കട, വിതുര ഭാഗത്തൊക്കെ ഈ വെമ്പായം ഭാഗത്ത് ഒക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് കഴക്കൂട്ടം മേഖലയാണ്. കഴക്കൂട്ടം, കാര്യവട്ടം ആ ഒരു കാട്ടായിക്കോണം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളക്കൊട്ടൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പൂജ, തിരുവനന്തപുരത്തെ കാര്യമാണ് ജിബിൻ ജെബി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെയാണ്, ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ തന്നെ മഴ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലും മഴ തുടരുകയാണ്.